വലിയൊരു ആപത്തിൽ നിന്നാ പാർവതി ഈ കമ്പനിയെ രക്ഷിച്ചത്. പാർവതിയുടെ ധൈര്യം എത്ര അപ്രിഷ്യേറ്റ് ചെയ്താലും മതിയാവില്ല. സൂക്ഷിക്കണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഡ്രഗ് മാഫിയോടാ പാർവതി മുട്ടിയത്. അവര് വെറുതെ ഇരിക്കില്ല. പേടിക്കണ്ട, ഞാനുണ്ടാവും, ഞങ്ങളെല്ലാവരും ഉണ്ടാവും. സർ, പാർവതിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം. പാർവതിക്ക് മാത്രമല്ല, പാർവതിയുടെ ഈ ഫ്രണ്ട്സിനും. അയ്യോ, അതൊന്നും വേണ്ട സാർ. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങളത് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന സൺഡേ നിങ്ങൾ 4 പേരും എന്റെ വീട്ടിലേക്ക് വാ. എല്ലാവർക്കും ലഞ്ച് അവിടെ നിന്നാവാം. അതൊന്നും വേണ്ട സാർ. അതൊന്നും പറഞ്ഞാ പറ്റില്ല, വന്നേ പറ്റൂ. വരാം സർ, ഞങ്ങൾ ഇവളെയും കൊണ്ട് വന്നോളാം. ഡാഡി, ഡാഡിയോടും ഇവരോടും എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലോകം ചുറ്റുന്ന പരിപാടി ഞാൻ നിർത്തി. ഇനി മുതലേ ഡാഡി ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ഈ കമ്പനി തന്നെ ഉണ്ടാവും. കൺഗ്രാറ്റുലേഷൻസ്. മാഡം, അങ്കിൾ അവളെ വീട്ടിലേക്ക് വിരുന്നിന് വിളിച്ചു. അരവിന്ദ് അവൾക്ക് ഷേക്ക് ഹാൻഡ് നൽകി കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. മുക്തയുടെ ഗ്രാഫ് ഒറ്റ ദിവസം കൊണ്ട് കുത്തനെ താണു. അവളുടെ ഗ്രാഫ് ആകാശത്തോളം ഉയർന്നു. അത് മാഡം, അങ്കിൾ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം എന്താന്ന് മനസ്സിലായോ? ഞാനും നിങ്ങളും ഗുഡ് ഫോർ നത്തിങ് ഫെലോസ് ആണെന്ന്. അവളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ? നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്തില്ല? മാഡം, അത് ഞാൻ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലേ നിങ്ങളുടെ ചെവിക്കല്ലിനിട്ട് പൂശിയതിന് അവളോട് റിവെഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലേ? നിങ്ങളുടെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എന്റെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ട് നിങ്ങളത് അനുസരിച്ചില്ല. എന്റെ വാക്കിന് പുല്ല് വില കൽപ്പിച്ച് നിങ്ങൾ അവളെ ഇവിടെ നിലനിർത്തി. അങ്കിളുടെ നാവിന്ന് ഒന്നിനെ കൊള്ളാത്തവൾ എന്ന ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നതും അതുകൊണ്ടാ. യു ഗോട്ട് ഇറ്റ്? PKR സാർ അവളെ ആകാശത്ത് കയറ്റിയിരുത്തട്ടെ. അവളെ അവിടെ നിന്ന് നരകത്തിലേക്ക് ചവിട്ടി താത്താൻ ഈ കരുണാറിന് അധികം സമയമൊന്നും വേണ്ട. അവളെ വാഴ്ത്തിപ്പാടിയ നാവുകൊണ്ട് PKR സാർ അവളെ പുലഭ്യം പറയുന്നത് ഞാൻ മാഡത്തിന് കാണിച്ചു തരാം. വേണം, പക്ഷേ അതിന് സമയമായിട്ടില്ല. അവളല്ല ഇപ്പൊ നമ്മുടെ പ്രശ്നം. നമ്മൾ അറിയാതെ നമ്മുടെ ലോഡില് ഡ്രഗ്സ് ഒളിപ്പിച്ച് കടത്തിയതാരാ? അത് കണ്ടുപിടിക്കലാണ് പ്രധാനം. എന്റെ മനസ്സിലെ കുറെ കണക്കുകൂട്ടലുകൾ ഉണ്ടെന്ന് കരുണാകരൻ സാറിന് അറിയാമല്ലോ. അതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയിൽ നിലനിൽക്കുകയും വേണം, എനിക്കുണ്ടായ ചീത്തപ്പേര് മാറുകയും വേണം. അതിന് ഈ കമ്പനി മറയാക്കി ഡ്രഗ്സ് കടത്തുന്നത് ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അവരെ കണ്ടുപിടിച്ച് അങ്കിളിന്റെ മുന്നിലിട്ട് കൊടുക്കണം. എങ്കിലേ എനിക്കുണ്ടായ ചീത്തപ്പേര് മാറൂ. അത് ഞാൻ ഏറ്റു മാഡം. ആ ഡ്രൈവറെ പൊക്കിയ അവരെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. പെട്ടെന്ന് വേണം. എന്തിനാ ഞങ്ങളോട് ഇവിടേക്ക് വരാൻ പറഞ്ഞു? 4 പാടും കണ്ണുകളും കാതുകളും തുറന്നു വെച്ചിട്ട് വേണം ഈ ജോലി ചെയ്യാനെന്ന് നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാൻ കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയ എന്റെ സാമ്രാജ്യമാ നിങ്ങളുടെയൊക്കെ പിടിപ്പേട് കാരണം ഒറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായത്. അവളെങ്ങനെയാ ഈ ഗോഡൗൺ കണ്ടുപിടിച്ചത്?
ലോഡ് അയച്ചിട്ട് അവളെ തീർത്ത് കളയണമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ ആ ഫുഡ് ഡെലിവറി ചെയ്യാനായിട്ടൊരു പെണ്ണവിടെ വന്നത്. ആ രണ്ടിനെ അപ്പം തന്നെ തീർത്ത് കളയണമായിരുന്നു. ഞാനത് ചെയ്തില്ല. അവിടെ എനിക്ക് തെറ്റുപറ്റിയത്. കൊന്ന് കടലിൽ തള്ളാൻ കൊണ്ടുവന്ന വഴിക്ക് ആ ഡെലിവറി പെണ്ണ് അവളുടെ കൂട്ടുകാരികളെയും കൂട്ടിക്കൊണ്ടുവന്ന് അവളെ രക്ഷിച്ചു. അവർ തന്നെയാ PKRനെയും അയാളുടെ മകനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. സൗത്ത് ആഫ്രിക്കയിലെ ക്ലയന്റിനോട് ഞാൻ ഇനി എന്തു പറയും? അത് പറ. മുക്കാൽ ചക്രത്തിന് ഡ്രഗ്സ് വിറ്റ് കിടന്ന ഞാൻ ഇന്റർനാഷണൽ ലെവലിൽ വളർന്നത് എന്റെ സൂക്ഷ്മത ഒന്നുകൊണ്ട് മാത്രമാ. അപകടം വരുന്നത് മണത്തറിയാനുള്ള കഴിവുണ്ട് എനിക്ക്. എന്നിട്ടും എനിക്ക് തെറ്റുപറ്റി. നിങ്ങളുടെ കയ്യിൽ എല്ലാം ഭദ്രമായിരിക്കുമെന്ന് ഞാൻ കരുതി. എന്നിട്ട് ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലേ? ആ ഗാർമെന്റ്സിലെ വേറൊരു തൂപ്പുകാരി കേറി നിരങ്ങിയില്ലേ ഈ ഗോഡമണിലും നിങ്ങളുടെയൊക്കെ നെഞ്ചത്തും. പറ്റിപ്പോയി. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്താ പ്രയോജനം? പോലീസ് മണത്തെറിഞ്ഞു വരുന്നതിന് മുന്നേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചരക്ക് ക്ലയന്റിന്റെ അടുത്ത് എത്തിക്കണം. അതിനുള്ള വഴികൾ ആലോചിക്കാം. അത് ഞാൻ നോക്കിക്കോളാം. തൽക്കാലം പോലീസിന്റെ കണ്ണിപ്പെടാതെ നിങ്ങളെങ്ങോടെങ്കിലും മാറി നിൽക്കാൻ നോക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ല. പോലീസല്ല പട്ടാളം വന്നാലും എന്നെ തൊടാൻ കഴിയില്ല. അമിത ആത്മവിശ്വാസം നല്ലതല്ല. നാർക്കോട്ടിക് കേസാ. ജാമ്യം പോലും കിട്ടില്ല. നീ എനിക്ക് എന്റെ സഹോദരനെ പോലെയാ. നിനക്കൊരു കുഴപ്പവും വരരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാ പറയുന്നേ. ഞാൻ മുങ്ങിക്കോളാം. പക്ഷേ ഇവിടെ കയറി മേഞ്ഞ പെണ്ണിനെ വെറുതെ വിടരുത്. മോനെ എടി ശോഭേ, നീ അവൻ ചെയ്യുന്നത് വല്ലതും ശ്രദ്ധിക്കുന്നുണ്ടോ? അവനവന്റെ ഇഷ്ടക്കാരിയുടെ ഫോട്ടോ നോക്കിയിരുന്ന് സ്വപ്നം കാണുക. അച്ഛാ. അമ്മേ, എനിക്കൊരു സൈക്കിൾ വേണം. സൈക്കിളോ? സൈക്കിൾ ഓടിച്ച് നടക്കാൻ നീ എത്ര കൊച്ചുകുട്ടിയാണോ? നിന്റെ പ്രായത്തിലെ പെൺകുട്ടികള് സ്കൂട്ടറല്ലേ ഓടിക്കുന്നത്? ഇത് അമ്മ വിചാരിക്കുന്ന പോലുള്ള സൈക്കിളൊന്നും അല്ല. 2 വീലർ പോലെ തന്നെ, ഗിയറൊക്കെ ഉണ്ട്. ഗിയറുള്ള സൈക്കിളോ? അതിന് എത്ര രൂപയാവും? ഒരു 25,000. 25,000 രൂപയോ ഒരു സൈക്കിളിനോ? സാധാരണ സൈക്കിൾ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മേ. 25,000 തന്നെ കിട്ടുമെന്ന് സംശയമാ. അനുശ്രീ വാങ്ങിച്ച സൈക്കിളിനെ 40,000 ആയത്രേ. അല്ല, നീ എന്ത് വേണമെന്ന് അമ്മയോട് പറഞ്ഞത്? സൈക്കിള്. എന്തേ?